വാർത്തകളിലേക്ക് തിരികെ. കാസർഗോഡ് കാറെടുക്ക സഹകരണ സൊസൈറ്റിയിലെ ക്രമക്കേടിൽ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. പ്രതി രതീശൻ റിയൽ എസ്റ്റേറ്റിൽ പണം നിക്ഷേപിച്ചതായി സൂചന. CPIM ഭരിക്കുന്ന ബാങ്കിൽ 4.76 കോടിയുടെ തട്ടിപ്പിന് പുറമെ കേരള ബാങ്ക് അനുവദിച്ച 2 കോടി രൂപയും നഷ്ടമായതായി സംശയിക്കുന്നു. തട്ടിപ്പിലൂടെ ലഭിച്ച പണം തെരഞ്ഞെടുപ്പിൽ CPIM വ്യാപകമായി ഉപയോഗിച്ചു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. CPIM ഭരിക്കുന്ന സൊസൈറ്റിയിൽ സെക്രട്ടറി കെ രതീശൻ 3 വർഷമായി തുടരുന്ന തട്ടിപ്പാണ് പുറത്തായത്. ഇയാൾ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പേരിൽ വ്യാജ സ്വർണ്ണപ്പണയ ലോൺ എടുത്തു. കേരള ബാങ്കിൽ നിന്ന് സൊസൈറ്റിക്ക് ലഭിച്ച 2 കോടി രൂപയുടെ ക്യാഷ് ക്രെഡിറ്റും തട്ടിയെടുത്തു. ബാങ്കിന്റെ ലോക്കർ തുറന്ന് പണയം വെച്ച 42 പേരുടെ സ്വർണവുമായി കടന്നുകളഞ്ഞതായാണ് വിവരം. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വയനാട്ടിൽ സ്ഥലവും ബംഗളൂരുവിൽ 2 ഫ്ളാറ്റുകളും വാങ്ങി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന നിലപാടാണ് CPIM സ്വീകരിച്ചതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ പണം മൊത്തം UDFനെ തകർക്കാനാണ്. ചില പുഴുക്കുത്തുകൾ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട്. ആ പുഴുക്കുത്തുകളെ എടുത്ത് കളയാതെ സഹകരണ പ്രസ്ഥാനം നന്നാവത്തില്ല. കാര്യം ഇത് ചില ആളുകളുടെ കറവ പശുവായി മാറിയിരിക്കുന്നു സഹകരണ പ്രസ്ഥാനം. അതിനകത്ത് ഒരു ശുദ്ധികലശം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കേസ് ഉടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് സാധ്യത. കോടികളുടെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് നടത്തിയ രതീശനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും CPIM സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാങ്കിന്റെ മറ്റു ശാഖകളിലും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.